അതിവാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവെ, വിശുദ്ധ ദിവസത്തിൻ്റെ പകൽക്കാലം വീണ്ടും അടിയങ്ങൾ തിരുസലിലേക്ക് കടന്നു വരുന്ന കർത്താവെ, കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങൾ പോയ വഴികളിലും ഞങ്ങളായിരുന്ന ഇടങ്ങളിലുമൊക്കെയും അങ്ങയുടെ സാന്നിധ്യം അനുഭവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരും സഹായിച്ച എല്ലാ കൃപകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആപത്തിൽ നിന്നും അനർത്ഥത്തിൽ നിന്നും രോഗദുഃഖത്തിൽ എല്ലാ അടിയങ്ങളും വിടുവിച്ചുള്ള കർത്താവെ, ഹല്ലേലൂയ. സുഖത്തോടെ ക്ഷേമത്തോടെ ഞങ്ങളെ ഓരോരുത്തരെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും എല്ലാം കർത്താവ് കാത്ത് പരിപാലിച്ച് ഞങ്ങളുടെ കൃപയോർത്ത് അടിയങ്ങൾ നന്ദി കരയേറ്റുന്ന കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. ഞങ്ങൾ പുറത്തോട്ട് നോക്കുമ്പോൾ കർത്താവെ, ഒരു വർഷക്കാലം കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു പോകുന്നില്ല കർത്താവെ. ഇതിൻ്റെ ലാസ്റ്റ് നിമിഷങ്ങൾ ഞങ്ങളായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങ് നല്ലവനെന്ന് പറയുവാൻ തക്കവണ്ണം നൽകുന്ന ഈ കൃപയ്ക്കായ സ്തോത്രം. അങ്ങ് ഈ വർഷക്കാലം ഈ ഒരു വർഷം മുഴുവൻ കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്താൽ അടിയങ്ങൾ നിറച്ചുള്ള കർത്താവെ, ഞങ്ങൾക്ക് വേണ്ടിയ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ്, ഞങ്ങൾ രോഗത്തിലായിരുന്നപ്പോൾ ഞങ്ങൾക്ക് രോഗശൈലിയിൽ കർത്താവ് വൈദ്യനായ കർത്താവെ, കർത്താവ് ഞങ്ങൾ സൗഖ്യം നൽകി ഞങ്ങളെ കർത്താവെ വിടുവിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്നു. പ്രശ്നത്തിലും പ്രതിസന്ധിയിലൊക്കെ ആയിരുന്നപ്പോൾ കർത്താവെ, അങ്ങ് അടിയങ്ങൾക്ക് വഴി തുറന്ന് കർത്താവെ അടിയങ്ങളെ വിടുവിച്ച് കർത്താവെ, ഹല്ലേലൂയ. അടിയങ്ങളെ ഉറപ്പുള്ള പാറമേൽ നിർത്താൻ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ആവശ്യഭാരത്തിൻ്റെ ഒക്കെ നടുവിലായിരുന്നപ്പോൾ കർത്താവെ ഞങ്ങൾക്ക് പ്രൊവിഷൻസ് ഉണ്ടാക്കി കർത്താവെ ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം ചെയ്യുന്ന കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങളുടെ മുൻപാകെ കർത്താവ് നിന്ന് മതിലുകളെ കോട്ടകളെ എല്ലാം തകർത്ത് ഇടിച്ച് ഹല്ലേലൂയ നിരപ്പാക്കിയതിനാൽ സ്തോത്രം ചെയ്യുന്നു. ഒരു വർഷക്കാലം കർത്താവെ, ഹല്ലേലൂയ, എത്ര സൂചാലും മധ്യത്തിലോ കർത്താവെ ഈ പ്രകൽക്കാലം എണ്ണി കർത്താവെ അങ്ങയുടെ കൃപകൾ ഓർത്ത്, അങ്ങയുടെ നന്മകൾ ഓർത്ത്, അങ്ങയുടെ ഉപകാരങ്ങൾ ഓർത്ത് അങ്ങേക്ക് നന്ദി കരേറ്റുവാൻ അടിയങ്ങൾ അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ കർത്താവ് ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു. തെറ്റുകുറ്റങ്ങളുണ്ട് കർത്താവെ, ഞങ്ങൾ മനുഷ്യരാണല്ലോ കർത്താവെ, ഞങ്ങളുടെ ബലഹീനതകൾ അങ്ങ് അറിയുന്നല്ലോ കർത്താവ്. ഇന്ന് പകൽക്കാലം വീണ്ടും അടിയങ്ങളെ ഓരോരുത്തരെയും കഴുകണമേ, ശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ സന്നിധിയിൽ നിൽക്കുവാൻ യോഗ്യരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. കർത്താവ്, ഇന്ന് സത്യത്തിൽ ആത്മാവിൽ വീണ്ടും അങ്ങനെ ആരാധിക്കുവാൻ, ചുരുക്കം പേര് അടിയങ്ങൾ ആണെങ്കിലും കർത്താവെ അങ്ങനെ സ്തുതിക്കുവാൻ, ആരാധിക്കുവാൻ, അങ്ങയുടെ മഹത്വത്തോട് വെളിപ്പെടുവാൻ അങ്ങിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പാടുവാനുള്ള കൃപ നൽകണമേ, അത് പാട്ടുകൾ നിങ്ങൾ ആരാധനയായി മാറട്ടെ എന്ന് അടികൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് സങ്കീർത്തനം ഞങ്ങൾ നൽകണമേ കർത്താവെ. ജനം ശുശ്രൂഷിക്കുന്ന ദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അടിയങ്ങളോടൊക്കെ കർത്താവെ വചനത്തിൽ കൂടി ഇടപെടണമേ എന്ന് അപേക്ഷിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ, നിങ്ങളോടൊപ്പം ആയിരിക്കുവാൻ ഇടയാകാത്തവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ജീവനെ ഓർത്ത് പ്രാർത്ഥിക്കും. ജോലി കാര്യത്തിലൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവെ ആ സാന്നിധ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. അതുകൊണ്ട് കർത്താവ് യാത്രയിലായിരിക്കുന്ന കർത്താവ് ഞങ്ങളുടെ മക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ദേവാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കർത്താവെ അങ്ങയുടെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇനി പകൽക്കാലം കർത്താവെ സഭയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ കോവൻട്രി പട്ടണത്തിൽ കർത്താവ് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുവന്ന കർത്താവ് ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ തക്കവണ്ണം ഞങ്ങൾ ഓരോരുത്തരും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന എല്ലാ കുടുംബങ്ങളെയും വീണ്ടും അങ്ങയുടെ കരങ്ങൾ സമർപ്പിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. ഇന്നത്തെ ആരാധനയുടെ ആദ്യം മുതൽ അവസാനം വരെ അങ്ങയുടെ സാന്നിധ്യം വഴികൾ ചോദിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. ആ സാന്നിധ്യത്താൽ ഞങ്ങളെ നിറച്ചാട്ടെ കർത്താവെ. ഞങ്ങളുടെ ആത്മീയത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ. ഇന്നത്തെ കൂടി വരും ഞങ്ങളുടെ എല്ലാവരുടെ അനുഗ്രഹത്തിന് കാരണമായി തീരട്ടെ എന്ന് അടിയങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രസാദിക്കട്ടെ എന്ന് അടിയങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവെ, ഹല്ലേലൂയ. പ്രാർത്ഥനയാചന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു സകല യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് നമുക്ക് പാട്ടുകൾ പാടി നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. Thank you, Jesus. Psalms 100 says, "Shout for joy to the Lord, all the earth. Worship the Lord with gladness. Come before him with joyful songs. Know that the Lord is good. It is he who made us, and we are his people. We are his people, the sheep of his pasture. Enter his gates with thanksgiving, and his courts with praise. Give thanks to him and praise his name. For the Lord is good, and his love endures forever, and his faithfulness continues through all generation." Hallelujah. What amazing God we have. Let's thank. Hallelujah. Thank you, Lord. We welcome Holy Spirit. Hallelujah. Thank you, Lord. Thank you, Lord. Thank you, Lord. Hallelujah. We praise you, Father. We praise you, Father. ഈ വർഷത്തെ ലാസ്റ്റ് സൺഡേയിൽ നമുക്ക് ദൈവം നൽകിയ ഭാഗ്യത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവത്തെ സ്തുതിക്കുവാൻ കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. കഴിഞ്ഞ ഒരു വർഷം ഈ വർഷത്തിൻ്റെ ഈ ലാസ്റ്റ് ദിവസങ്ങളിലാണല്ലോ നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. ഹല്ലേലൂയ. നമ്മൾ പുറകോട്ട് ചിന്തിച്ചാൽ, ഹല്ലേലൂയ, നോക്കിയാൽ എത്ര വണ്ടർഫുള്ളിയാണ് നമ്മളെ നടത്തിയത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ പോകുന്ന വഴികളിലെല്ലാം നമ്മളെ കാത്ത് പ്രൊട്ടക്റ്റ് ചെയ്ത് പരിപാലിച്ച് ഒരു പോറൽ പോലും ഏൽക്കുവാനിട വരാതെ നമ്മളെ ഇവിടെ ആക്കിയനായ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്, താങ്ക് യു ലോർഡ്. നമ്മൾ എന്തൊക്കെ ചെയ്തു, ചിലപ്പോൾ നമ്മൾ ചെയ്തതെല്ലാം സക്സസ് ആയെന്ന് ഇരിക്കത്തില്ലായിരിക്കാം, എങ്കിലും ആ ഡിഫിക്കൽട്ട് ടൈംസിലും നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ വഴി നടത്തി. ഹല്ലേലൂയ. നമ്മളെ സ്ട്രെങ്തൻ ചെയ്തു. ഹല്ലേലൂയ.
ആ ബുദ്ധിമുട്ടിൻ്റെ സമയത്തും ഹല്ലേലൂയ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി നമ്മളെ ഹല്ലേലൂയ കംഫേർട്ട് ചെയ്തതിനായി ആ ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. എല്ലാ ഉപകാരങ്ങളെയും നമുക്ക് എണ്ണി ഇന്ന് സ്തുതിക്കാം. ഇതാണല്ലോ നല്ല സമയം. ഹല്ലേലൂയ. ഏത് യഹോവ ഉണ്ടാക്കിയ ദിവസം. This is the day that God has made. Let us worship. Hallelujah. Thank you, Jesus. Let us come into God's presence with a thankful heart. Hallelujah. Lifting our voices, our praises. Give all glory to Him alone. Thank you, Jesus. Praise you, Father. പാപത്താൽ മുറിവേറ്റ എന്നെ നിന്റെ
ചേർത്ത് നമ്മുടെ കാലുകളിൽ. ഹല്ലേലൂയ. Let's stand before on his loud feet. Hallelujah. Let's stand and say hallelujah. Yes, Lord, you are only worthy. Hallelujah. All glory, all praises, only you are worthy, Father. നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് സ്തുതികൾ ഹല്ലേലൂയ ഉയരട്ടെ. We thank you, Lord. We thank you, Lord. Thank you, Lord. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ജീവിത ശൂന്യതയിൽ നടുവിൽ നിറവായ അനുഗ്രഹം ചൊരിഞ്ഞുവല്ലോ. ഹല്ലേലൂയ. നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഓ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. ഓ നന്ദി നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. നന്ദി എൻ ദൈവമേ, നന്ദി എൻ യേശുപരാ. We thank you, Lord. We thank you, Master. We thank you for all your goodnesses. Hallelujah. Thank you for all the blessings. Hallelujah. Hallelujah. It is innumerable, oh Lord. Yes, Lord. It is innumerable. Hallelujah. Hallelujah. Thank you, Lord. Thank you, Lord. Hallelujah. കർത്താവേ, നിന്റെ നാമം ഉയരട്ടെ. Hallelujah. Hallelujah. ഞങ്ങളുടെ സ്തോത്രങ്ങൾ, ഞങ്ങളുടെ എല്ലാ യാഗങ്ങൾ, സ്തോത്രയാഗങ്ങളെ നീ ഇന്ന് ഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. Hallelujah. We praise you, Father. We praise you, praise you, praise you. Hallelujah, hallelujah, glory to God, glory to God. Hallelujah, hallelujah, hallelujah. We have a lot of things to about praises. Hallelujah. നമുക്ക് ആരാധിപ്പാൻ അനേക കാരണമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് കൈകൾ കൊട്ടാൻ അനേക കാരണമുണ്ട്. ഹല്ലേലൂയ. നമുക്ക് ഈ പാട്ട് പാടി നമുക്ക് സന്തോഷത്തോടെ കരങ്ങൾ തട്ടി ദൈവത്തെ സ്തുതിക്കാൻ, നമുക്ക് ആരാധിക്കാം. Thank you. We praise you, praise you, praise you, Jesus. Hallelujah. Let's clap and dance. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആമേൻ. കൈകൊട്ടി പാടാനേറെ കാരണം. ആമേൻ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി കാണാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. ആമേൻ. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഓ എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിട വന്നില്ല. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിറച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചതോ ഉള്ളിൽ പോലും നിറച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ തുറഞ്ഞതല്ലേ,
ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഓ ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടും. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. Praise you, Father. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉറ്റരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞ് രസിച്ചപ്പോഴും, ഉറ്റരുമുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. Oh, we praise you, സന്തോഷത്തോടെ Father. ഞാൻ ആരാധിക്കുന്നു. Oh, നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ Thank you, Lord. Thank you, ഞാൻ Lord. ആരാധിക്കുന്നു. Oh, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാറാനേറെ കാരണമുണ്ട്. ആമേൻ, ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടിപ്പാറാനേറെ കാരണമുണ്ട്. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഹല്ലേലൂയ, we praise you, Father. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, നമ്മുടെ ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാനിടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നിറച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ലഭിച്ചത് ഉള്ളിൽ പോലും നിറച്ചതല്ല. ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നൽകിടുന്നു. ആമേൻ, ആമേൻ, ദയ തോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, എന്റെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ, ഓ ഉറ്റോരും മുടയോരും തള്ളിക്കളഞ്ഞു, കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോൾ മുടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങ് രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ ഞാൻ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഓ ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി Hallelujah, praise God. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
स्वर्ग में तेरी इच्छा पूरी होती है वैसी पृथ्वी पर भी। हालेलुया हालेलुया हालेलुया, तेरी इच्छा पूरी होए प्रभु। हालेलुया, तेरा फेवर हमारे जीवन में आए प्रभु। हालेलुया, हम रिलीज करते हैं प्रभु और ग्रेस, मोर ग्रेस पिता परमेश्वर। आने वाले साल में और फेवर ओ लॉर्ड। हालेलुया, ओ तेरा और प्रेम। हालेलुया, तेरी बड़ी दया। हालेलुया, ओ थैंक यू जीसस, थैंक यू जीसस। तूने हमारी आराधना स्वीकार किया, इसके लिए धन्यवाद 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 धन्यवाद। थैंक यू लॉर्ड, थैंक यू लॉर्ड, थैंक यू लॉर्ड, थैंक यू जीसस। हालेलुया हालेलुया हालेलुया, words are not enough. Hallelujah, hallelujah. എത്ര സ്തുതിച്ചാലും മതി വരികയില്ല. Hallelujah, എത്ര പുകഴ്ത്തിയാലും മതി വരികയില്ല. Hallelujah, 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 hallelujah. എത്ര നന്മകൾ കാണും ദൈവം നമ്മളെ നിറച്ചിരിക്കുന്നു. Hallelujah, നമ്മളെ ആനന്ദത്തൈലം. Hallelujah, നമ്മളെ സന്തോഷം അണിയിക്കുന്ന ദൈവം. Hallelujah, thank you Lord, thank you Lord, thank you Jesus, thank you for all your goodnesses O Lord. വീണ്ടും സ്തുതിക്കുക. അബ്രഹാമിൻ്റെ ദൈവം, ഇസഹാക്കിൻ്റെ ദൈവം, യാക്കോബിൻ്റെ ദൈവം എന്നും നമ്മുടെ കൂടെ ഉണ്ടയാൽ. ഹാലലൂയ ഹാലലൂയ. സിയോൻ യാത്രയിൽ മനമേ ഭയമൊന്നും വേണ്ടിനീനും. ഒരു പാട്ട് കിടപ്പൂടി നമുക്ക് ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ സ്തുതിക്കാം. Praise God. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ലോകത്തിൽ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷണായി തോന്നിയാലും ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ക്ഷേമമായി മാറിയിടുന്നു. ലോകത്തിൻ ദൃഷ്ടിയിൽ ഞാൻ ഒരു ഭൂഷണായി തോന്നിയാലും എന്റെ ദൈവത്തിൻ ദൃഷ്ടിയിൽ ഞാൻ എന്നും ശ്രേഷ്ഠനായി മാറിയിടുന്നു. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. ഓ അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമന്നാതന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവം എന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഓ മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. എന്റെ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. ഓ മനുഷ്യനിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. എന്റെ ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം.
അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. ഒന്നിനെ കുറിച്ചിനിയും എനിക്കാകുല ചിന്തയില്ല. ജീവമനാ തന്നവൻ എന്നെ ക്ഷേമമായി പാലിക്കുന്നു. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. മനുഷ്യരിലാശ്രയമോ ഇനി വേണ്ട നിശ്ചയമാ. ദൈവത്തിലാശ്രയമോ അത് ഒന്നാണ് എനിക്കഭയം. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. അബ്രഹാമിൻ ദൈവം, ഇസ്ഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സിയോൻ യാത്രയതിൽ മനമേ ഭയമൊന്നും വേണ്ടിനിയും. 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 सियोन के सफर में मेरे मन व्याकुल हो न कभी. सियोन के सफर में मेरे मन व्याकुल हो न कभी. सियोन के सफर में मेरे मन व्याकुल हो न कभी. रबा रबा शखा बाबा. Oh, we praise you, we trust in you, Lord. Hallelujah. Hallelujah. Thank you, Lord. Thank you for your promises, Lord. Hallelujah. Thank you for keeping your promises over us, oh Lord. Hallelujah. Thank you, Lord. We thank you, Jesus. Thank you, Lord. Thank you, Lord. Thank you, Lord. Thank you, Jesus. Praise God. Praise God. Praise God. We praise you, praise you, praise you. Hallelujah. Hallelujah. വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ നല്ല പിതാവേ, നല്ല സമയത്തിനായി നിന്നെ സ്തുതിക്കുവാൻ തന്ന അവസരത്തിനായി സ്തോത്രം. ഇന്നത്തെ ആരാധനയിൽ ദൈവമേ നിന്റെ സാന്നിധ്യം നിറഞ്ഞിരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെ ഓരോരുത്തരെയും വീണ്ടും കർത്താവേ ഞങ്ങളെ അങ്ങയുടെ കരത്തിൽ എടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോ ഞങ്ങളൊന്ന് പണിയണമേ അപ്പോ. ഹല്ലേലൂയ. പുതിയ വർഷത്തിൽ പുതിയ അനുഗ്രഹത്താൽ പുതിയ വഴികളിൽ നടക്കുവാനുള്ള ധൈര്യം, ഹല്ലേലൂയ, ഞങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണമേ. ഞങ്ങൾ എടുക്കുവാൻ പോകുന്ന ഹല്ലേലൂയ ഹല്ലേലൂയ പുതിയ ദൗത്യത്തിനായി സ്തോത്രം ചെയ്യുന്നത് കർത്താവേ. ഹല്ലേലൂയ. താങ്ക് യു ഫാദർ, താങ്ക് യു ഫാദർ. ഞങ്ങൾ ഒരു വെസലായിരിക്കുമ്പോൾ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിനക്ക് വേണ്ടി കർത്താവെ അനേക കാര്യങ്ങൾ ചെയ്യുവാൻ കർത്താവെ ലോകത്തിലായിരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഓടുവാനുള്ള ഹല്ലേലൂയ ഞങ്ങളെ സ്ട്രെങ്തൻ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നിന്ന് ഒരുപോലെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഞങ്ങൾ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ, സഭയെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് ചെയ്യുന്നതിനായി സ്തോത്രം. കർത്താവെ ആരാധിക്കാൻ വരാതെ പറ്റിയ 2 ഫാമിലി
ജിബിൻ ബ്രദറിനെയും കർത്താവെ, ബിനു ബ്രദറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഫാമിലി ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവർ പോയുന്ന വഴികളിലെല്ലാം കാവൽ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ഒന്നിച്ച് കർത്താവ് നിൻ്റെ സ്നേഹം അറിയുവാൻ, കർത്താവെ നിന്നെ ആരാധിക്കുവാൻ നീ അവസരം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ആരാധനയുടെ ഓരോ ഭാഗത്തിൽ ദൈവം ഞങ്ങളോട് ഇടപെടണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിലും കർത്താവ് നിന്നെ ഗ്ലോറിഫൈ ചെയ്യുവാനുള്ള എല്ലാവർക്കും അവസരം തരുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാ മാനമഹത്വം അങ്ങ് മാത്രം എടുക്കണം, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു. With a grateful heart, give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. Give thanks with a grateful heart. Give thanks to the Holy One. Give thanks because He's given Jesus Christ, His Son. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. And now let the weak say, I am strong. Let the poor say, I am rich, because of what the Lord has done for us. Give thanks. My sufficient for you. Give thanks to the Lord, for His mercy endures forever. Psalms 136, verse 1. Have I not commanded you? Be strong and courageous. Do not be frightened, do not be dismayed. For the Lord your God is with you wherever you are. Joshua chapter 1, verse 9. Make a joyful noise to the Lord, all the earth, and serve the Lord with gladness. Come into His presence with singing. Know that the Lord, He is God. It is He who made us, and we are His. We are His people, and the sheep of His pasture. Enter His gates with thanksgiving, and His courts with praise. Give thanks to Him, and bless His name. For the Lord is good, His steadfast love endures forever, and His faithfulness to all generations. Amen. Psalms 100. Faith, hope, and love. The greatest of these is love. Praise the Lord. Hallelujah. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് സമർപ്പിക്കാം. Let us surrender ourselves in the presence of the Lord. Hallelujah. Amen. Praise the Lord. Praise the Lord. Praise the Lord. Praise the Lord. Hallelujah. 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 As we are approaching the presence of the Lord today, ദൈവത്തിൻ്റെ ആ സാന്നിധ്യം നമ്മളെ മൂടുവാൻ വേണ്ടി നമുക്ക് ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. We've been in the presence of the Lord since the time we have arrived here. Hallelujah. ഒരു നമ്മൾ 3:45 സമയം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ മുമ്പിലായിരുന്നു. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇനിയും നമ്മൾ കൂടുതലായി അനുഭവിച്ചറിയുവാൻ വേണ്ടി നമുക്ക് ലഭിക്കുന്ന കുറച്ച് സമയമാണെങ്കിലും ആ സമയത്ത് ദൈവത്തിൻ്റെ ആ മഹാസാന്നിധ്യം നമുക്കൊന്ന് അനുഭവിച്ചറിയുവാൻ വേണ്ടി ദൈവത്തിലേക്ക് നമ്മളെ തന്നെ ഒന്ന് പൂർണ്ണമായി ഏൽപ്പിച്ചു കൊടുക്കാം. Hallelujah. Praise the Lord. Lord, I come, I confess, bowing here I find my rest. Without you I fall apart. You're the one that guides my heart. Lord, I need you. Oh, I need you. Every hour I need you. My one defense,
my righteousness. Oh God, how I need you. Lord, I need you. Oh, I need you. Every hour I need you. You're my one defense, my righteousness. Oh God, how I need you. You're my one defense, my righteousness. Oh God, how I need you. Praise the Lord. Appa, hallelujah. We are approaching your presence, കർത്താവേ. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് മുമ്പാകെ ഞങ്ങൾ കടന്നു വരുന്നു അപ്പാ. ഇന്ന് ഈ വൈകിയ സമയത്ത് അപ്പൻ്റെ ദൈവ മഹത്വം ഞങ്ങൾ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം കർത്താവേ. അപ്പോൾ ഞങ്ങൾ കർത്താവെ ഇവിടെ വെറും ഹല്ലേലൂയ പാത്രങ്ങളായി ദൈവസന്നിധിയിൽ കടന്നു വരുന്നു അപ്പാ. ഞങ്ങൾക്ക് വേണ്ടുന്ന കർത്താവെ ഹല്ലേലൂയ ഭക്ഷണം നൽകുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. ലെറ്റ് യുവർ പ്രസൻസ് ഹല്ലേലൂയ ഗീവ് us that spiritual food that we need, Lord. ഹല്ലേലൂയ. ഞങ്ങളുടെ ദൈവം മാനുഷികമായിട്ടുള്ള ആവശ്യങ്ങളെക്കാളും കൂടുതൽ കർത്താവെ ഹല്ലേലൂയ ഞങ്ങൾ കർത്താവെ ആത്മീയമായി തൃപ്തരായി മടങ്ങി പോകുവാൻ ഞങ്ങളെ ഇടയാക്കണം കർത്താവെ ഹല്ലേലൂയ. ഞങ്ങളുടെ ആവശ്യങ്ങളെ അപ്പാങ്ങ് അറിയുന്നു കർത്താവെ ഹല്ലേലൂയ. അതിന് തക്കതായ രീതിയിൽ ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ വിശ്വസ്തനായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു അപ്പ. ഞങ്ങളെ തന്നെ ഓരോരുത്തരെയും ദേഹി ആത്മാവിനെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു അപ്പ. ദൈവമേ ഹല്ലേലൂയ. We surrender ourselves completely before your presence അപ്പ. ഹല്ലേലൂയ. The one ദൈവമേ ഇവിടെ നിൽക്കുന്ന ഹല്ലേലൂയ അടിയനെയും കർത്താവ് വചനം കേൾക്കുന്ന ഹല്ലേലൂയ ഓരോരുത്തരെയും അപ്പൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഇന്ന് ഇവിടെ നിൽക്കുമ്പോൾ കർത്താവെ അങ്ങയിൽ നിന്ന് ലഭിക്കുന്നത് മാത്രം അടിയൻ്റെ നാവിൽ നിന്ന് പുറത്തു വരുവാനിടയാക്കണം കർത്താവെ ഹല്ലേലൂയ. മാനുഷികമായ ഒരു ചിന്തയും ഹല്ലേലൂയ അതിൽ കടന്നു വരാതെ വണ്ണം ദൈവത്തിൻ്റെ ആത്മാവ് അതിനെ കൺട്രോൾ ചെയ്യണമേ കർത്താവെ ഹല്ലേലൂയ. ആ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയങ്ങളെ ആ വചനം റിസീവ് ചെയ്ത് കർത്താവെ അതിൽ നിന്ന് കർത്താവെ ഒരു ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള കർത്താവെ ഹല്ലേലൂയ ദൈവത്തിൻ്റെ മഹത്വം ഞങ്ങൾ അതിൽ കൂടെ കാണുവാൻ പാങ്ങിടയാക്കണം. ദൈവത്തിൻ്റെ മഹത്വം വ്യാപരിക്കട്ടെ, ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ കർത്താവെ ഹല്ലേലൂയ. സകലമാനവും മഹത്വവും പുകഴ്ചയും എൻ്റെ അപ്പന് നൽകുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ അർപ്പിച്ച യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. കുറച്ചും കൂടെ ശക്തിയോടെ ഹല്ലേലൂയ. Amen. Hallelujah. Our Lord has been so good to us. Hallelujah. കഴിഞ്ഞ ഒരു വർഷക്കാലം ദൈവം നമ്മളെ സൂക്ഷിച്ച് എല്ലാവരുടെയും സാക്ഷ്യങ്ങളെ നമ്മളിങ്ങനെ കേട്ടപ്പോൾ ഞാൻ ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്തുന്നു. വീണ്ടും ഇങ്ങനെ ഒരു അവസരം ദൈവം എനിക്ക് നൽകി തന്ന ദൈവകൃപയ്ക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എസ്പെഷ്യലി ഈ സഭയിൽ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ജിഞ്ചു ശാരീരികമായി വളരെ ഭാരത്തിലായിരുന്നു. ആ ഒരു സമയത്ത് ഹല്ലേലൂയ ഞങ്ങൾക്കും ഹല്ലേലൂയ അതിൻ്റെയൊക്കെ മധ്യത്തിലും ആ ഒരു പ്രോസസ്സിലെല്ലാം ദൈവത്തിൻ്റെ കരം കൂടെ ഇരുന്ന് പൂർണ്ണ സൗഖ്യത്തോടെ ദൈവത്തെ ഒരുമിച്ച് സ്തുതിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയ വിധത്തിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഇവിടെ കൂടി വന്നിരിക്കുമ്പോൾ ഹല്ലേലൂയ സഹോദരങ്ങളോട് എല്ലാവരോടും കൂടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ എപ്പോഴും പറയുന്ന പോലെ ഹല്ലേലൂയ വി ആർ ഓൾ ഹല്ലേലൂയ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് ഇൻ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് കർത്താവിനാൽ ബന്ധിക്കപ്പെട്ടവരാണ് നമ്മളല്ലേ. ഹല്ലേലൂയ. വി ആർ ഓൾ ബോണ്ടഡ് ആൻഡ് ബൗണ്ട് ബൈ ക്രൈസ്റ്റ്. ഹല്ലേലൂയ. കർത്താവിനാൽ ബന്ധിക്കപ്പെട്ടവരാ, ആ രക്തത്താൽ ബന്ധിക്കപ്പെട്ടവരാ. ഹല്ലേലൂയ. സോ ആ ദൈവത്തിൻ്റെ ആ സ്നേഹത്താൽ ഹല്ലേലൂയ വീണ്ടും ഒരുമിച്ച് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കിയ വിധത്തിനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് ഒരുമിച്ച് ചേർത്തവരായതുകൊണ്ടാണ് നമ്മൾ കൂടി വരുമ്പോൾ ഇത്ര സന്തോഷമുള്ളത്. ഹല്ലേലൂയ. നമ്മളെ ഹല്ലേലൂയ ഒരു മാനുഷികമായി നമ്മളൊരു ലെവലിൽ നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ വിൽ കൈൻഡ് ഓഫ് ഫൈൻഡ് different things that makes us unhappy. ഹല്ലേലൂയ. ഒരാൾ ചെയ്യുന്നത് ഇങ്ങനെയല്ല വിഷമമാണ്, ഭാരമാണ്, ബുദ്ധിമുട്ടുകളൊക്കെ കാണും. ഹല്ലേലൂയ. പക്ഷേ when we are all binded in Christ and we come together, that's where the joy of the Christ resides. Hallelujah. Praise the Lord. അങ്ങനെ ഒരു കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നമ്മൾ ഇന്ന് ചേച്ചി പറഞ്ഞു ഹല്ലേലൂയ ഇന്ന് നമ്മൾ വളരെ കുറച്ച് പേരെ ഉള്ളെന്നോർത്ത് ഭാരമുണ്ട്. പക്ഷേ ഹല്ലേലൂയ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിലാണ് ദൈവത്തിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതൽ വെളിപ്പെടുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഞാൻ നമ്മുടെ ചർച്ചിൽ ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവം പറഞ്ഞിട്ടുള്ളത് ഹി ഹാസ് പ്രോമിസ്ഡ് us that when one or two gather in my name, my presence is there. Hallelujah. നമ്മളിവിടെ എങ്ങനെയായാലും 1 or 2 കൂടുതലുണ്ട്. Hallelujah. And if He has told us 1 or 2 gathers. അപ്പം എത്ര പേര് അധികമുണ്ട് ഇവിടെ. ഹല്ലേലൂയ. ആൻഡ് വി ആർ ദ ടെമ്പിൾ ഓഫ് ക്രൈസ്റ്റ്. അപ്പം ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ ക്യാരി ചെയ്തുകൊണ്ടുള്ള ഹല്ലേലൂയ ഇത്രയും ആൾക്കാർ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഹല്ലേലൂയ there is not just us who have gathered here, but a whole Lord, the presence of the Lord is here. And also at the same time when Lord's presence is there,
there is angels rejoicing there as well. Hallelujah. അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യം, നമ്മൾ ഈ ഒഴിഞ്ഞു കിടക്കുന്ന ചെയറുകൾ നമ്മൾ നോക്കി നമ്മൾ ഭാരപ്പെടില്ല. There are angels sitting in those chairs. Hallelujah. They are worshiping the Lord with us. Hallelujah. There is, hallelujah, the presence of the Lord greatly among us. ഇന്ന് ആരാധിച്ചുകൊണ്ടിരുന്ന സമയത്ത്, hallelujah, I was feeling that immense presence of the Lord. Hallelujah. ആ ദൈവത്തിൻ്റെ സാന്നിധ്യം ചേച്ചിയെ ശക്തമായി ഉപയോഗിച്ചില്ല, അച്ഛനെ ശക്തമായി ഉപയോഗിച്ചതിനൊക്കെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്ന, കുഞ്ഞിനെയും ദൈവം ശക്തമായി ഉപയോഗിക്കുന്നല്ലോ, അതിനൊക്കെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വീണ്ടും ഞാൻ മുഖവര പറഞ്ഞ് ഞാൻ സമയം നീട്ടിക്കൊണ്ട് പോകുന്നില്ല. ജസ്റ്റ് കമ്മിങ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ് ദാറ്റ് ദ ലോർഡ് ഹസ് ഗിവൺ us. ഹല്ലേലൂയ. ഞാൻ വിശ്വസിക്കുന്നു ദൈവം, ഹല്ലേലൂയ, പരിശുദ്ധാത്മാവ് അതിനെ ഗൈഡ് ചെയ്ത് തക്ക സമയത്ത് അതിന് എവിടം വരെ പറയണമെന്നുള്ളതും പരിശുദ്ധാത്മാവിന് അറിയാം, എന്തൊക്കെ പറയണം എന്നുള്ളതും പരിശുദ്ധാത്മാവിന് അറിയാം. നമ്മളിവിടെ ഇരിക്കുന്നവരുടെ ആവശ്യവും ദൈവത്തിന് അറിയാം. ഹല്ലേലൂയ. സോ ഹി വിൽ പ്രൊവൈഡ്. സോ ഞങ്ങളവിടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്, വി ആർ ജസ്റ്റ് വെസൽസ്. ഹല്ലേലൂയ. ഹി ഈസ് ദ വൺ ഹൂ ഇസ് സെർവിങ് ദ ഫുഡ് ഇൻ ദാറ്റ് വെസൽ. ഹല്ലേലൂയ. അത് ഏതൊക്കെ രീതിയിൽ ആ ന്യൂട്രീഷൻ എവിടെയൊക്കെ ചെല്ലണം, അത് ഏതൊക്കെ രീതിയിൽ വർക്ക് ചെയ്യണം, അത് ഏതൊക്കെ രീതിയിൽ യൂസ് ചെയ്യപ്പെടണം എന്നുള്ള ദൈവത്തിന് അറിയാം. സോ ഹീ സെർവ്സ് യു വാട്ട് യു നീഡ്. ഹല്ലേലൂയ. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ പറയുന്ന ഒരു തോട്ട്, അല്ലെ ദൈവം തന്നിരിക്കുന്ന ആ ഒരു മെസ്സേജ് മൈറ്റ് കം ത്രൂ ടു ഈച്ച് പേഴ്സൺ ഡിഫറെൻ്റ്ലി. ഹല്ലേലൂയ. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവ്, ഹല്ലേലൂയ, എപ്പോഴും പറയും നമുക്ക് വേണ്ടുന്നത് ദൈവം തരും. ഹല്ലേലൂയ. നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സെയിം ഫുഡ് അല്ലായിരിക്കും ആവശ്യം. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് സെയിം ഫുഡ് അല്ലായിരിക്കും ആവശ്യം, വലിയവർക്ക് വേറെ ഫുഡായിരിക്കും ആവശ്യം. എവ്രി വൺ നീഡ് ഡിഫറെൻറ്റ് ലെവൽ ഓഫ് ന്യൂട്രീഷൻ. ഹല്ലേലൂയ. അപ്പം ദൈവത്തിന് അതറിയാം. ഹീ ഈസ് ദ വൺ ഹൂ സെർവ്സ്. എല്ലാവരും പ്രാർത്ഥനയോടെ. സോ ദാറ്റ്സ് ദ റീസൺ ഐ ഓൾവേസ് ആസ്ക് എവ്രി വൺ ടു കീപ് പ്രേയിങ്. ഹല്ലേലൂയ. നമ്മൾ വചനം കേൾക്കുമ്പോൾ, വെൻ വി ആർ ലിസണിങ് ടു ദ വേർഡ് ഓഫ് ഗോഡ്, കീപ് പ്രേയിങ് ദാറ്റ് ലോർഡ് ഗീവ് മീ വാട്ട് ഐ നീഡ്. ഹല്ലേലൂയ. എൻ്റെ ചിന്തയല്ല, ദൈവമേ എനിക്ക് ആവശ്യമുള്ളതിന് ദൈവം അറിയുന്നു. ആൻഡ് പ്രൊവൈഡ് മീ വിത്ത് ദാറ്റ് വെൻ ഐ എം ഇൻ ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ഹല്ലേലൂയ. സോ നമുക്കിന്ന് ദൈവത്തിലേക്ക് കടന്നു വരാം. ആൻഡ് ഐ നോ ദിസ് ഇസ് ദ ലാസ്റ്റ് വീക്ക്, ഹല്ലേലൂയ, ലാസ്റ്റ് വീക്ക് ഓഫ് ദിസ് ഇയർ, ലാസ്റ്റ് സൺഡേ ഓഫ് ദിസ് ഇയർ. അപ്പോൾ ഇന്നത്തെ ദിവസം, ഹല്ലേലൂയ, ഇൻ എ വേ ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കിയാലും അതിനെയും കൂടെ ചേർത്ത് ഞാൻ പറയുന്നു, ഹല്ലേലൂയ, ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കിയാൽ ഒത്തിരി അനർത്ഥങ്ങൾ, ഭാരങ്ങൾ, പ്രയാസങ്ങളൊക്കെ കണ്ട ഒരു വർഷമാണ്. പക്ഷേ അതേസമയം ദൈവത്തിൻ്റെ ഒത്തിരി പ്രൊവിഷൻസ് അനുഭവിച്ച ഒരു വർഷം കൂടെയാണ്. ഞങ്ങൾ, ഹല്ലേലൂയ, ജിഞ്ചു കടന്നുപോയ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാം. വി ഹാഡ് ദാറ്റ് ടെസ്റ്റിമണി ഹിയർ. പക്ഷേ ആ ഒരു അവസ്ഥയിലൊക്കെ കടന്നു പോയപ്പോൾ ഞങ്ങൾ ഏറ്റവും തകർന്ന ഒരു ഭാരത്തിൻ്റെ ഒരു സിറ്റുവേഷൻ, ഒരു പീരിയഡ് ആയിരുന്നു അത്. പക്ഷേ അത് കഴിഞ്ഞപ്പോൾ ദൈവം, ഹല്ലേലൂയ, ഇപ്പോഴും കഷ്ടങ്ങളില്ല എന്നല്ല, പക്ഷേ ഇപ്പോഴും ഞെരുക്കങ്ങളില്ല എന്നല്ല, പക്ഷേ ദൈവം നടത്തുന്ന വഴികളെ, ഹല്ലേലൂയ, ജഹോവ ജൈറ എന്ന് പറയാൻ വേണ്ടിയായിട്ട് ദൈവം ഇടയാക്കിക്കൊണ്ടിരിക്കുന്നു. അതിനായി ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ഇന്ന് ദൈവസന്നിധിയിൽ വന്നപ്പോഴും ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞ ഒരു വേർഡാണ്. ഹല്ലേലൂയ. ഇഫ് വി ക്യാൻ റീഡ് ഫ്രം മാത്യു ചാപ്റ്റർ 16 വേഴ്സ് 24. Praise the Lord. And if one of you can read that in English as well. Praise the Lord. Hallelujah. ഇന്ന് ഈ ഒരു വചനം നമ്മൾ ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. ഞാനും ഒത്തിരി കേട്ടിട്ടുള്ളതാണ്, നിങ്ങളും ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. പക്ഷേ ഹല്ലേലൂയ, ഇന്ന് നമ്മൾ ഓരോ പ്രാവശ്യവും ദൈവസന്നിധിയിൽ ആ വചനം നമ്മൾ വായിക്കുവാൻ വേണ്ടി, ഹല്ലേലൂയ, അല്ലെ വചനത്തിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ദൈവം തരുന്ന ആഹാരം വേറെ ഒന്നാണ് എപ്പോഴും. സോ ലെറ്റ് us just rely on the Lord that he will talk to us what he wants to speak to us. Hallelujah. ഇന്ന് എസ്പെഷ്യലി ഈ ഒരു അവസാനത്തെ ഞായറാഴ്ച നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് ഈ ഒരു വർഷം വരെ ദൈവം നടത്തിയ വിധങ്ങളെ ഓർക്കാം. അതേ സമയത്ത് തന്നെ let us pray that Lord give me the food that I require for the next year so that I can live a very successful spiritual life. Hallelujah. നമ്മളെല്ലാവരും ഇപ്പോൾ അച്ഛനാണെങ്കിലും ചേച്ചിയാണെങ്കിലും പറഞ്ഞ സാക്ഷ്യത്തിൽ പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. ചെയ്യുവാൻ ആഗ്രഹിച്ചിട്ട് നടക്കാതിരുന്ന കാര്യങ്ങളുണ്ട്, ചെയ്യാൻ ഇനി ആഗ്രഹിക്കുന്ന കാര്യങ്ങളുണ്ട്, ആൻഡ് നടന്ന കാര്യങ്ങൾ ഇനി പെർഫെക്ഷനിലോട്ട് എത്തിക്കാനുള്ള കാര്യങ്ങളുണ്ട്. സോ ദർ ഇസ് എ ലോട്ട് ഓഫ് തിങ്സ് വി ആർ ആസ്കിങ് ഫോർ. സോ ഈ ഒരു വചനം, ഹല്ലേലൂയ, അതിനൊക്കെ ഒരു മോട്ടിവേഷൻ, ഒരു സപ്പോർട്ടായി തീരട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ആസ് വി റെഡ് ഓവർ ഹിയർ, ഹല്ലേലൂയ, ഞാൻ രണ്ടും മിക്സ് ചെയ്താണ് പറയാൻ ആഗ്രഹിക്കുന്നത്. കുഞ്ഞുങ്ങളെയും കൂടെ ഓർത്ത് ഞാൻ അങ്ങനെ പറയാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് ഇൻ ദ വേഴ്സ് ഇറ്റ് റെഡ്, then Jesus told his disciples, if anyone would come after me,
Let him deny himself and take up his cross and follow me. Praise the Lord. Hallelujah. അതിനെ ഹല്ലേലൂയ ജസ്റ്റ് ഒന്ന് ബ്രേക്ക് ഡൗൺ ചെയ്ത് ഞാനൊന്ന് ദൈവസന്നിധിയിൽ ആ വചനത്തിൽ കൂടെ കടന്നു പോകാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ഹല്ലേലൂയ എന്നോട് ആ ഒരു വചനത്തെ വായിച്ചപ്പോൾ ഈ സമയം ദൈവത്തിൻ്റെ ആത്മാവ് ചോദിച്ച ഒരു കാര്യമുണ്ട്. ഐ ലൈക്ക് എ ബിറ്റ് ഓഫ് ഇൻട്രാക്ഷൻസ് ആസ് വെൽ. ഞാൻ അവിടെ ആയിരിക്കുമ്പോഴും കുഞ്ഞുങ്ങളോടാണെങ്കിലും വലിയവരോടാണെങ്കിലും ഞാനിങ്ങനെ ചോദ്യങ്ങൾ ചോദിച്ച് സംസാരിക്കുന്ന ഒരു രീതിയാണ് എപ്പോഴും. അതുപോലെ തന്നെ ഞാനിന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ചോദിച്ച ഒരു ചോദ്യമാണ്, വൈ ഗോ ആഫ്റ്റർ ക്രൈസ്റ്റ്? And hallelujah, this was a question that the Lord brought to my heart. Hallelujah, what is your reason for going after Christ? And hallelujah, I'll just like to ask, hallelujah, എല്ലാവരോടും ഒന്ന് രണ്ട് പേരോടെങ്കിലും ആ ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. hallelujah. And if I start from you, hallelujah, what do you think? hallelujah, what is your reason for following Christ or going after Christ? Okay, that's fine. And what do you think, Kunye? Yes, good, very good. And again, there's no right or wrong answer, so you can shout out what answer you have. And like I like to go through everyone. നമ്മൾ കുറച്ച് പേരല്ലേ ഉള്ളൂ, നമുക്ക് അങ്ങനെ അങ്ങ് പോകാം. What is your reason for going after Christ? Amen. And because he gave his life to me. yes. And that's the reason I want to follow. Yes, Chichi. Amen. Amen. And Chichi. Praise the Lord. Hallelujah. So നമ്മൾക്ക് എല്ലാവർക്കും ഓരോ റീസൺ ഉണ്ട്. Hallelujah. And the Lord was prompting me to tell the church that, hallelujah, find out that reason first. അതൊരു നമ്മൾ എല്ലാവരും പറയുന്ന ഒരു റീസൺ, എല്ലാവരും പറയുന്ന ആ വഴിക്ക് പുറകെ പോകാനല്ല, ആ വാക്കുകൾക്ക് പുറകെ പോകാനല്ല. ഹല്ലേലൂയ. ബട്ട് ടു ഫൈൻഡ് ഔട്ട് ദ എക്സാക്ട് റീസൺ വൈ യു വാണ്ട് ടു ഫോളോ ഹിം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ എല്ലാവരും ഹല്ലേലൂയ പറയുന്നത്, നമ്മൾ പറഞ്ഞ ആൻസേഴ്സ് എല്ലാം റൈറ്റ് ആൻസേഴ്സ് ആണ്. ബട്ട് ഹല്ലേലൂയ, യു നീഡ് ടു ഹാവ് a personal reason why you need to follow him. Hallelujah. നമുക്ക് eternity, we need eternity. He has saved us. He has given his life for us. We all have got all those reasons we tell on a day-to-day basis. Hallelujah. And we follow him. We say that we follow him. Hallelujah. And that is mainly, hallelujah, what we all kind of always kind of have been taught as well. There is a place where there is a personal reason why you do it, and there is a thing that has been taught to you as well. So, is it because you've been taught to follow Christ, or is it that you want to follow Christ? What is your reason? അത് ആ ഒരു ചോദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് തന്നെ വിടുന്നു. സോ ദാറ്റ് ഈസ് ദ ക്വസ്റ്റ്യൻ ദാറ്റ് ദ ലോർഡ് ആസ്ക്ഡ് മീ ഫസ്റ്റ് ഓഫ് ഓൾ. നമ്മൾ അവിടെ വായിച്ച പോലെ, ഹലേ, ഇഫ് എനിവൺ വുഡ് കം ആഫ്റ്റർ മീ. സോ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വർഷം നിങ്ങൾ കണ്ടുപിടിക്കണം. ഹല്ലേലൂയ. ഇൻ ദ കമ്മിങ് ഇയർ യു നീഡ് ടു ഫൈൻഡ് ദാറ്റ് റീസൺ വൈ യു ഡു വാണ്ട് ടു ഫോളോ ഹിം. ഹല്ലേലൂയ. വൈ യു വാണ്ട് ടു ഗോ ആഫ്റ്റർ ഹിം. ഹല്ലേലൂയ. അവിടെ ശിഷ്യന്മാരെ നമ്മൾ കാണുന്നു, ലൈക്ക് വി ഹവ് സീൻ ഡിസൈപ്പിൾസ്. ഹല്ലേലൂയ. യേശുവിൻ്റെ ശിഷ്യന്മാരെ കർത്താവ് വിളിച്ചപ്പോൾ, ഹല്ലേലൂയ, അവിടെ ഒത്തിരി പേര്, ഹല്ലേലൂയ, നമ്മൾ ആ വചനത്തിൽ പറയുന്ന പോലെ ഒത്തിരി പേര് അവിടെ കർത്താവിനെ ഫോളോ ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ബട്ട് ദർ വർ ഓൺലി 12 people who kind of like went after him. Hallelujah. They were with him day and night, all the time. They were there with him. There were like 5,000 people Jesus fed. പക്ഷേ അവരെല്ലാം തിരിച്ചു പോയി. Hallelujah. അവർക്കെല്ലാവർക്കും at that point they wanted to hear the word of God. They wanted to be filled. They were filled. They went back. But these 12, why did they chose to stay with him and chose to stick with him? So what is the reason? അതിന് നമുക്ക് we need to have that personal understanding. Why am I following Jesus? Why am I going after him? അതിനെ നമ്മൾ ഈ ഒരു വർഷത്തിൽ കണ്ടുപിടിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഏർജ് ചെയ്യും. ഹല്ലേലൂയ. ആൻഡ് ഇഫ് യു ഡു ദാറ്റ് ഫസ്റ്റ്, ആൻഡ് ദാറ്റ്സ് വാട്ട് takes you to the next step that we are going to read now. Hallelujah. അതിൻ്റെ അകത്ത് so the next part of it says, then whoever, if anyone would come after me, let him deny himself. Praise the Lord. Hallelujah. അത് 3 കാര്യം അവിടെ പറയുന്നുണ്ട്. First thing that anyone who wants to follow him is that he should deny himself,
take up his cross and follow me. Praise the Lord. There are three things that has been told by the Lord over there. അപ്പോൾ ഹല്ലേലൂയ നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം ഈ ഒരു വർഷം ഹല്ലേലൂയ ദൈവത്തിൻ്റെ ആത്മാവ് ഐ ബിലീവ് ദാറ്റ് ഹി ഈസ് ടെല്ലിംഗ് ദിസ് വേർഡ് ഫോർ എ റീസൺ. ഹല്ലേലൂയ ഇറ്റ് മൈറ്റ് ആസ് ഐ ഓൾവേസ് ടെൽ ഹല്ലേലൂയ ഇത് എല്ലാവർക്കും ഉള്ളതായിരിക്കത്തില്ല, ഈവൻ ഒരാൾക്കെങ്കിലും ഉള്ളതാണെങ്കിൽ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ആൻഡ് ഓവർ ദെയർ ഹല്ലേലൂയ നമ്മൾ ആ റീസണിനെ ആദ്യം കണ്ടുപിടിക്കണം. ആൻഡ് നെക്സ്റ്റ് വൺസ് യു ഫൈൻഡ് ദാറ്റ് റീസൺ ആൻഡ് ഇഫ് യു ഡിസൈഡ് ടു ഗോ ആഫ്റ്റർ ജീസസ്, then first step that you need to do is you need to deny yourself. Praise the Lord. What does that mean? What does denying yourself mean? And again, I'm coming back to children. What do you think? What does denying yourself mean? Yes. Yes. What do you think? Yes, good. So over here, so I'd like to read a verse. So the same book, I mean the same chapter, and if I could read verse 23. അവനോ തിരിഞ്ഞ് പത്രോസിനോട്, സാത്താനെ എന്നെ വിട്ടുപോ, നീ എനിക്ക് ഇടർച്ചയാകുന്നു, നീ ദൈവത്തിൻ്റെതല്ല മനുഷ്യരുടേതത്രേ കരുതുന്നത് എന്ന് പറഞ്ഞു. Amen. Hallelujah. If I read that in English, you are a hindrance to me, for you are not setting your mind on the things of God, but on the things of man. Praise the Lord. Hallelujah. That is being told to who? Peter. Peter ആരായിരുന്നു? Who was Peter? He was a disciple. ഡിസൈപ്പിൾ ഓഫ് ജീസസ് ആണ്. അവിടെ പീറ്ററിൻ്റെ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ കർത്താവ് എന്താ പീറ്ററിന് അനുഗ്രഹം കൊടുത്തു, ദൈവം പാപത്തിൽ നിന്ന് പക്ഷേ പീറ്ററിനെ വിടുവിച്ചു, പീറ്റർ കർത്താവിൻ്റെ പുറകെ പോയി. ഹല്ലേലൂയ. സോ പീറ്റർ followed Christ. So from that point onwards, hallelujah, God blessed him. He left everything he had. He went after Jesus. അങ്ങനെ ഒരാളായിരുന്നു പീറ്റർ. He was living with Jesus day and night. And still he had not, even to that point, he had not denied himself. So, and what that word, hallelujah, kind of made me think was that we could say that we are walking with Christ. We say that we are living with Christ. We are living for Christ. We can do all of that, still not deny ourselves. So, denying ourselves means, hallelujah, thinking, so to set your mind on things of God, but not of things of a man. Hallelujah. What does that mean? Hallelujah. നമ്മൾ hallelujah ഈ ഒരു ജീവിതത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ when we are living in this world, there are a lot of things that we keep our mind to. When we are born, when we grow, there are things that we aspire to do, things that we want to do, things that you see your friends doing and you want to do it, things that your colleagues or your friend or whatever family, they do certain things and you probably are unable to do it because of certain reasons, or because you have followed Christ, you are unable to do it. So അങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ആഗ്രഹമുള്ള കാര്യങ്ങളുണ്ട്, പക്ഷേ there is a restriction to that because you want to follow Christ. അങ്ങനെ ഒരു കാര്യത്തെയാണ് ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ പറയുന്നത്, you have to deny yourself. So you have a lot of aspirations that you want to do, but first of all you need to know by understanding the will of God. From understanding the will of God, that is where you can then deny yourself. For that you need to come back to the first step and understand whether, hallelujah, what is the reason why you're going after Jesus. Okay, so it's all connected to each other. നമ്മൾ ദൈവത്തെ എന്തിനാണ് ഫോളോ ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് ഈ ഒരു ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് കടക്കാൻ പറ്റത്തുള്ളൂ. It's a very, hallelujah, it is all interconnected, but at the same time, this is a very difficult process as well.
സോ ദ ലോഡ്, ഞാൻ എപ്പോഴും എവിടെയാണെങ്കിലും ഞാൻ അവിടെ ഞങ്ങളുടെ ചർച്ചിലാണെങ്കിലും മെസ്സേജ് പറയുമ്പോഴത്തേക്ക് എ പേഴ്സൺ ഹു വുഡ് ലൈക്ക് ടു സ്പീക്ക് വെരി കാംലി ആൻഡ് ക്വയറ്റ്ലി ആൻഡ് ദൈവം തന്നിരിക്കുന്ന ആ ഒരു തോട്ടിനെ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്ന തോട്ട് എല്ലാവർക്കും മനസ്സിലാകുമോ എന്നുള്ളൊരു ഡൗട്ട് എനിക്ക് ഉണ്ടാകാറുണ്ട്. പക്ഷേ ഐ എം ട്രസ്റ്റിംഗ് ഇൻ ദ ലോഡ് ദാറ്റ് ദ ലോഡ് ഈസ് കൺവേയിങ് ദിസ് മെസ്സേജ് ആൻഡ് ഹീ ഈസ് മേക്കിംഗ് യു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ എം ട്രൈങ് ടു സ്പീക്ക് ആസ് വെൽ ആൻഡ് വാട്ട് ഹീ ഈസ് ട്രൈങ് ടു ടെൽ ആസ് വെൽ. അപ്പോൾ ഈ ഒരു പ്രോസസ്സ് ഈസ് ഓൾ ഇൻ്റർ കണക്റ്റഡ്, ബട്ട് അറ്റ് ദ സെയിം ടൈം യു നീഡ് ടു ഫുൾഫിൽ ഓൾ ദ സ്റ്റെപ്സ്. നമ്മൾ ഇവിടെ നേഴ്സസ് ആയിട്ടുള്ളവർക്കറിയാം, ഒരു ഫൈനൽ റിസൾട്ടിലോട്ട് എത്തണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ ത്രൂ ദ ഹോൾ പ്രോസസ്സ്, അല്ലേ? ഓസ്കി ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ റിസൾട്ടിലേക്ക് നിങ്ങൾ എത്തണമെന്നുണ്ടെങ്കിൽ, ആൻഡ് ഈവൻ ഫോർ കിഡ്സ്, ഹല്ലേലൂയ, യു മൈറ്റ് ബി ഡൂയിങ് കെമിസ്ട്രി എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് തിങ്സ്, ഹല്ലേലൂയ. ഇഫ് യു നീഡ് ടു, ആൻഡ് ഇഫ് ഐ ആസ്ക് മൈ വൈഫ്, ഷീ ലവ്സ് ഓൾ ദോസ് സ്റ്റഫ്, ഹല്ലേലൂയ. അപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫൈനൽ റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു ഗോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, ഫോളോ ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ് to get to the final result. If you don't follow it and if you want to get to the final result, it wouldn't happen. Hallelujah. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇറ്റ്സ് ഓൾ ഇന്റർകണക്റ്റഡ്. ഇഫ് യു നീഡ് ടു ഗെറ്റ് ടു ദ ഫൈനൽ പോയിന്റ്, യു നീഡ് ടു ഗോ ത്രൂ ഈച്ച് ഓഫ് ദീസ് സ്റ്റെപ്സ് ടു ഗെറ്റ് ദെയർ. പ്രൈസ് ദി ലോർഡ്. സോ ദ ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞ എന്തായിരുന്നു? വാട്ട് വാസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്? ടു deny yourself. Before that, what do you need to do? Find the reason. Yes. Find the reason why you go after Christ. Second thing, once you find that out and understand that reason, and that is when you would need to deny yourself. And for you to deny yourself, you need to, at that point, that process of understanding the reason will give you that wisdom to understand the will of God as well. Praise the Lord. Hallelujah. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം നിങ്ങളെക്കുറിച്ച് എന്താണെന്നുള്ള ഒരു തിരിച്ചറിവ് നിങ്ങൾക്ക് വേണം. Hallelujah. The will of Christ. You need to understand the will of Christ in your life. Hallelujah. And ചേച്ചി പറഞ്ഞ ഒരു വാക്ക് എന്നെ സ്ട്രൈക്ക് ചെയ്തു when ചേച്ചി was sharing the testimony. I'm trying to understand my purpose. Hallelujah. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇവിടെ ആയിരിക്കുമ്പോൾ, hallelujah, it's not just living this life in this world and then just perishing away, but we need to understand why we are here in this world. നമ്മൾ എത്ര പേരത് മനസ്സിലാക്കിയിട്ടുണ്ട്? How many of you have already figured it out? No? I myself still is in the process of understanding that. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നത്? Why are we existing in this world? And that is something that we need to understand from the word of God, or understand from the Lord. What is your will for me? What is your purpose for me? Hallelujah. ആ ഒരു പേർപ്പസിനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും, that is where then only you can start to deny yourself. അതിന് സബ്മിറ്റ് ചെയ്യുമ്പോൾ മാത്രം, when you understand the will of God, and then that is where you will start stepping away from the things that you want and then going into what God wants for you. Praise the Lord. Hallelujah. അതിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാതെ, ദൈവമേ I need to fulfill your purpose, I need to understand your will, I want to do your will, നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ, without understanding it, we can't do that process, അല്ലേ? So what you need to do is, first, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ ഒരു വർഷം, ഈ ന്യൂ ഇയറിൽ, this is a assignment I'm giving all of you, not me, God. And Jesus is giving this assignment to all of us. നമ്മൾ ദൈവസന്നിധിയിൽ ഇരിക്കണം. Hallelujah. And one of the things that the Lord, hallelujah, how can you understand the will of God? അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റും? And it's not like if I tell, okay, you should understand the will of God and you should understand this, understand what God wants you to do and the purpose of God for you in your life. അത് നിങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഞാൻ അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാതിരുന്നു കഴിഞ്ഞാൽ, and it will be an incomplete process. So what the Lord told me was, that is where nurturing that relationship with God comes in. Praise the Lord. Hallelujah. So you all here can probably relate to this. A dad and mom. So I'll take your dad and mom for an example. So you are born to your dad and mom, and when they loved you, gave you everything, they grew you up with all the kind of things that you needed, and that is the reason why you have got a relationship with them, isn't it? So they worked on building that relationship with you.
If they completely denied you, they locked you in a room, they did not give you food, they did not give you anything that you needed, and if they did that, would you ever have a relationship with them? No. So that is where nurturing that relationship comes in. Hallelujah. For you to understand, so once you nurture that relationship, then without even telling, without even speaking a word, you will understand what even a means, what even a yes or a no means. അത് അല്ലെ ഒരു മുഖം കാണുമ്പോഴേ, like if you see their expression itself, you will understand what it means. If they are happy, if they are sad, if they are, so when they walk into the house, you see their face, and then you, oh, that doesn't look usual. It's very unusual that they are walking in like that. What has happened? So for you to understand that, you would have to have that relationship first. So this is where I am going to ask my next question. So where have the so today morning we have woken up. So it's almost 8 hours since we have, like, I'll keep the average time as 9 o'clock. So all of us woke up at 9 o'clock. 8 hours, nearly 9 hours, 10 hours. We are approaching that time. So how many hours or how long did you spend nurturing that relationship with God? So you all had that 9 hours. You nurtured the relationship with your, so like to how many of you, your dad and mom completely ignored you today? They are looking at, like, I believe that they have not ignored you. So like, so for us, like Chechi, Ajajan, since the time we have come, they have like looked after us, done everything for us. So that nurturing of that relationship was there. So എന്ന് പറഞ്ഞ പോലെ ഇന്ന് രാവിലെ നമ്മൾ എഴുന്നേറ്റ സമയം മുതൽ, so we had been nurturing our relationship with the ones who are close to us. But how long did we give that time for the Lord? Not the time, I'm telling, not the time that you have spent praying together, individual times. എത്ര നേരം നിങ്ങൾ കൊടുത്തു ദൈവസാന്നിധ്യത്തിൽ? So that is a question that the Lord is asking us and telling us. നമുക്ക് ആ ഒരു ബന്ധത്തിലേക്ക് കടന്ന് nurturing that relationship is the utmost first process that should happen. നമ്മൾ ഈ പറഞ്ഞ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പോയിന്റിലേക്ക് നമ്മൾ എത്തണമെന്നുണ്ടെങ്കിൽ we need to first build that point up to the Lord. So നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഈ ഒരു പ്രോസസ്സിലേക്ക് കടന്നു വരണമെന്ന് we need to spend that time with the Lord, that individual time with the Lord, where you sit and ask the Lord and speak like a friend. He doesn't need, like, I've experienced that in my life. When I was going through a very difficult time, I sat sitting praying, ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, and after a point I started just weeping. I did not know why I was weeping for, and I was just continuously speaking to the Lord, and initially it was just a kind of usual blabber that I tell the Lord, and then അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ when it got to a point where I was completely quiet, I was not speaking any word with my mouth, but I was continuously speaking in spirit. I could sense that I was speaking, but I could not, like, it was not with my mouth, and I was just continuously crying. Then after a point I started hearing the voice of the Lord back speaking to me, and I was just continuously doing all of that, and after like a few I thought it was a few minutes, and after that I walked and I was like about sitting with the Lord and speaking to him and hearing him, and then he told, like, now it's time for you to go and tend to your wife. That's the word he told to me. And that's when and I was like, Lord, I don't want to stop talking to you. I want to continue this. But he continuously told that, and he told, like, thank you for giving this time for me. So that was a word which broke me completely. Thank you for giving this time for me. And ആ ഒരു സമയത്ത് ഞാൻ എഴുന്നേറ്റപ്പോൾ I found out that it was 2.5 hours I sat in the presence of the Lord without even knowing. Praise the Lord. That is how you would feel like നമ്മൾ ദൈവസാന്നിധ്യത്തിൽ ഇരിക്കുമ്പോൾ, hallelujah. It may be starting with, hallelujah, 1 or 2 minutes you start with, but once you start enjoying the presence of the Lord, you would not want to leave it. Praise the Lord. And he will tell you when to stop and go. Praise the Lord. എന്ന് പറഞ്ഞ പോലെ പേരൻസിൻ്റെ കൂടെ കുറേ നേരം ഒന്ന് സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് ആഫ്റ്റർ എ വൈൽ they will tell, like, go sleep എന്ന് പറയുന്ന പോലെ തന്നെ he will tell, okay, now it's time for you to go and do the rest of the things. Okay, go do it. But when you start building that relationship with the Lord,
He will start speaking to you. That's where He will start communicating what is your purpose, what is His will for you. Praise the Lord. And that is where then you start telling the Lord, Lord, I don't want to do what I want to do, but I want to do what you want me to do. Praise the Lord. ആ ഒരു പോയിന്റിലോട്ട് first we need to get there. Hallelujah. ആ ദൈവത്തിൻ്റെ ആത്മാവ്. So because the time is going fast, I'm just going to run through that portion. Hallelujah. And also, I'd like to read just one verse. Hallelujah. If we could go to Colossians chapter 3 verse 2. ഭൂമിയിലുള്ളതല്ല ഉയരത്തിലുള്ളത് തന്നെ ചിന്തിക്കുവിൻ. Praise the Lord. Hallelujah. As the word read says that, set your minds on things that are above, not on things that are on earth. Praise the Lord. So, and also, just along with that, I like to read Matthew chapter 6, verse 24 as well. രണ്ട് യജമാനന്മാരെ സേവിക്കുവാൻ ആർക്ക് കഴിയുകയില്ല. Praise. അങ്ങനെ ചെയ്താൽ ഒരുത്തനെ പകച്ച് മറ്റവനെ സ്നേഹിക്കും, അല്ലെങ്കിൽ ഒരുത്തനോട് പറ്റിച്ചേർന്ന് മറ്റവനെ നിരസിക്കും. നിങ്ങൾക്ക് ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയുകയില്ല. Praise the Lord. And that verse reads, no one can serve two masters, for either he will hate the one and love the other, or he will Hold be on to the devoted to the one and despise the other. You cannot serve God and money. So over there, what the Lord spoke to me was that we can't have two masters in this world. So if you want to follow the world and follow Christ at the same time, that can never happen. So if you have to make a choice. So point as we are approaching this new year, the Lord is just telling us that our desire should be the Lord. Praise the Lord. Our desire completely should be the Lord. That is what God wants us to do, but He can choose what you want to do. Praise the Lord. That's where God has given you that free will, where you can make the choice. But then He has told it to you, it's not His fault if you choose the wrong thing. Praise the Lord. So what the Lord wants us to do is to despise the world and completely follow Him. Praise the Lord. And if we when you start doing that, these things which are of the world would not matter to you anymore. And you will start setting your minds on the things that are above, which is the Lord Himself. Praise the Lord. That doesn't mean that you have to ignore all the things in this world, that your education, tomorrow onwards, don't stop studying and do all of that. At the same time, God is going to bless you with everything. When you seek ye first the kingdom of the Lord and His righteousness, what happens next? Everything will follow you. Praise the Lord. ദൈവത്തെ ഹല്ലേലൂയ ഭയപ്പെട്ട് അവൻ്റെ വഴികളിൽ നമ്മൾ ആശ്രയിച്ച് നടന്നാൽ He will provide you with everything. ദൈവത്തിൻ്റെ ഹല്ലേലൂയ മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും നമ്മൾ അന്വേഷിച്ച് നടക്കുമ്പോൾ, ഇറങ്ങിക്കഴിയുമ്പോൾ, everything will follow you. So we sang today, hallelujah, Abrahaminte, Isaakinte, Yaakobinte Devam. Hallelujah. What all of their testimonies would tell is, God told us to leave everything we had and go, and we did that, and He blessed us. Praise the Lord. Hallelujah. And all of them have got a different testimony to tell. So as എനിക്ക് തന്നിരിക്കുന്ന സമയം തീരാൻ പോകുന്നതുകൊണ്ട് I'm just going through the next two steps. So the next part says taking up the cross. So what does that mean? Hallelujah. And if I can again read from Galatians chapter 2 verse 20. And I'll just read that in English. I have been crucified with Christ. It is no longer I who live, but Christ who lives in me. And the life I now live in the flesh, I live by faith in the Son of God who loved me and gave Himself for me. And I do not nullify the grace of God, for if righteousness was through the law, then Christ died for no purpose. And അത് മലയാളത്തിലും കൂടെ പെട്ടെന്ന് വായിക്കാമോ?
ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തുവത്രേ എന്നിൽ ജീവിക്കുന്നു. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രങ്കിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. ഞാൻ ദൈവത്തിൻ്റെ കൃപ വൃഥാവാക്കുന്നില്ല. ന്യായപ്രമാണത്താൽ നീതി വരുന്നുവെങ്കിൽ ക്രിസ്തു മരിച്ചത് വെറുതെയല്ലോ. Praise the Lord. Hallelujah. So that is the second stage. So നമ്മളിപ്പോഴും that is only the third stage, I'd say. So നമ്മൾ ഫസ്റ്റ് സ്റ്റേജിലെത്തി, നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്തു what the will of God is, what the purpose of God is. Then we got to the next stage where what do? We denied ourselves. So that next is the point where the serious business starts. So even denying ourselves is the toughest part of the whole process, but then being unified to Christ through that cross is even more a harder process. That is where the pain starts, the suffering starts, the trouble starts. And when you are going to do that, so നമ്മൾ ഒരു കർത്താവിനെ ഫോളോ ചെയ്യുമ്പോഴത്തേക്കും seek first the kingdom of the Lord and his righteousness and everything else will follow പറയുമ്പോൾ it is very nice to tell that. It is a very pleasing word, അല്ലേ? ഹല്ലേലൂയ. അത് നമുക്ക് വേണ്ടതെല്ലാം നമ്മളെ പിന്തുടരുമെന്ന് പറയുന്ന കേൾക്കാൻ it is nice. But for us to, hallelujah, and if we get everything that we need, it is impossible for us to get there. So if our desire, so what the word of God says is, when നമ്മൾ ആ ഒരു ഡിസയറിലേക്ക് എത്തുമ്പോഴത്തേക്കും, so when seek first the kingdom of the Lord and his righteousness എന്ന് പറയുമ്പോൾ ആ ഒരു പോയിന്റ് നമ്മൾ എത്തിക്കഴിയുമ്പോഴത്തേക്കും nothing of this world will matter anymore. So that is why then everything that you need will follow you പറയുമ്പോൾ everything that is spiritual will follow you. Everything that you need, God is a God who provides for your needs here, but at the same time everything that you need, eternal life with God, your time with God, everything will keep following you. So, and this is where the taking up the cross is that third stage where you are united to Christ over there. As we read, I have been crucified with Christ. It is no longer I who live. So once you get to that point, it is no longer you who live in you, but Christ who lives in me. And the life I now live is in the flesh. I live by faith in the Son of God who loved me and gave himself for me. Praise the Lord. So, and if I could just read Romans chapter 5 verse 3 to 5 as well. And if one of you can read Hebrews chapter 5 verse 8 to 9 as well. 5 verse 3 to 5. അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നുവെന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. Praise the Lord. And Hebrews 5 verse 8 to 9. പുത്രനെങ്കിലും താൻ അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. Praise the Lord. Hallelujah. Those are the words which is telling how we learn obedience from Christ. And a cross-നെ carry ചെയ്യുമ്പോഴത്തേക്കും, so what do you need to do? So when you get to that next stage of carrying the cross, you can't carry cross, and as we said earlier, we can't have two masters. നമുക്ക് ക്രോസ് ഒരു സൈഡ് ക്യാരി ചെയ്തിട്ട് നമ്മുടെ ഡ്രീംസ് ഒരു സൈഡ് ക്യാരി ചെയ്യാൻ പറ്റത്തില്ല. വി ക്യാൻ ഹാവ് ടു ചൂസ് അമംഗ് ദം. ഹല്ലേലൂയ. നമ്മൾ ക്രോസ് ഒന്നേ ക്യാരി ചെയ്യണം, അല്ലേ നമ്മുടെ ഡ്രീംസ് ഒന്നെങ്കിൽ ക്യാരി ചെയ്യണം. യു കാൺ ഹാവ് ടു മാസ്റ്റേഴ്സ്. സോ നിങ്ങൾക്ക് എന്താണോ ദൈവത്തിൻ്റെ വിളി നിങ്ങളുടെ മേലുള്ളത്, ആ വിളിക്കൊത്തവണ്ണം നിങ്ങൾ ഇറങ്ങിത്തിരിച്ചാൽ you have to leave everything like the disciples left everything. The people who came to be fed, 5,000 people came, they left back because once they got what they needed, they left. But disciples, did they leave God? So they stayed with him because they had decided that they denied everything that they had. They left everything that they had. They were ready to take the cross and follow him. But at that point, they did not understand that. But once Christ was crucified, they understood the importance of it. And when the Spirit came upon them, they
started walking the way that Christ wanted them to walk. So, and when they started doing that, and the persecution started coming in their life. And how did Peter die? He was crucified upside down. Praise the Lord. And it was not, hallelujah, it is not the easiest of the life that you get after you get to that third stage, where that's where that എന്താ പറയുന്ന Romans 3 verse 5 ഒന്നുകൂടെ വായിക്കാമോ? And I'll read that in English. So we rejoice in our sufferings, knowing that sufferings produce endurance, and endurance produces character, and character produces hope, and the hope does not put us to shame, because God's love has been poured into our hearts through the Holy Spirit who has been given to us. Praise the Lord. So ആ ഒരു പ്രോസസ്സിൽ കൂടെ ദൈവം നമ്മളെ പണിതെടുക്കുവാനിടയായി തീരും. God is going to build us. ചേച്ചി ഇന്ന് പറഞ്ഞ സാക്ഷ്യം മൊത്തം ഞാൻ ഈ പറയാൻ ആഗ്രഹിച്ച കാര്യങ്ങളോട് ഒത്തിരി റിലേറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ദൈവം അതിനെ കൊണ്ടുവന്നത്. ഹല്ലേലൂയ. ഈ ഒരു പ്രോസസ്സിൽ കൂടെ കടന്നു പോകുമ്പോൾ he is going to build you. So that is where you might not have everything that you need, or you might not get everything you want, but he will still produce that faith coming out of you through the endurance, perseverance and everything. Hallelujah. ദൈവം ആഗ്രഹിക്കുന്ന അങ്ങനെ ഒരു ലെവലിലോട്ട് സ്റ്റെപ്പിലോട്ട് ദൈവം എത്തിക്കാൻ വേണ്ടിയാണ്. So at that point you will completely deny all of the rest of the things. And the last stage is following Christ. Praise the Lord. And how do you follow Christ? If you can read John chapter 10 verse 27. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, ഞാൻ അവയെ അറിയുകയും അവ എന്നെ അനുഗമിക്കുകയും ചെയ്യുന്നു. Praise the Lord. Hallelujah. And over there, what does it read? Hallelujah. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആ ഒരു പോയിന്റിൽ എത്തിക്കഴിയുമ്പോഴത്തേക്കും you will know who your master is. Praise the Lord. അതുവരെയും you can listen either way. നിങ്ങളുടെ ചുറ്റും there will be a lot of noises. That will be, so you will still have got like Jesus on one side, Satan on the other kind of shoulder telling you this is the thing, നിങ്ങൾ ഇത് ചെയ്യണം, അത് ശരിയായില്ല, keep distracting you with everything. But once you make that bold step of just denying everything and carrying the cross of Christ, then you will only hear your master's voice. Start hearing your master's voice. നിങ്ങൾക്ക് വേണ്ടുന്നത് എന്താണെന്ന് പറഞ്ഞു തന്ന് he will guide you each step of the way. Even if it is your studies, if it is your walks that you need to take, even if it is the road that you walk on, God can tell you what direction you need to take. So we were hearing a testimony not long ago where a person was, hallelujah, led to a woman who had cancer. Hallelujah. One man in our church, hallelujah, he is from England. He is a man who has been delivered from drug addictions and everything. He was led to a woman who had cancer. He prayed for her and she was completely healed. അങ്ങനെ പരിശുദ്ധാത്മാവ് നമ്മളെ ഗൈഡ് ചെയ്ത് കൊണ്ടുപോകും. So, and that is also means in our spiritual life, he will not let us wander away. So നമ്മൾ കർത്താവിൻ്റെ ശബ്ദം മാത്രം കേട്ട് നടക്കുന്നുവെങ്കിൽ, if we listen to his voice and only walk according to his voice, we will not wander away, and like a prodigal son did, നമുക്ക് കിട്ടിയ ഇൻഹെറിറ്റൻസിനെ നമ്മൾ ഒരിടത്തും കൊണ്ടുപോയി കളയത്തില്ല. So we'll hold on to it with all of our life, and നമ്മുടെ ജീവനും കൊടുത്ത് നമ്മളതിനെ മുറുകെ പിടിക്കും. ഹല്ലേലൂയ. ദാറ്റ് ഈസ് വൈ നമ്മൾ നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ നോക്കിയാൽ if we look at the generations behind us, hallelujah, that is why they left everything that they had, they held on to. So even when they were dying of starvation, even when their kids were dying of starvation, even in the Bible when we look the persecution that the first generation church faced, hallelujah, their children were thrown in front of lions' dens, hallelujah, and then still the parents stood there telling that we would not deny the word of the name of the Lord, hallelujah. Even in front of that adversity, they stood firm and told that even if they kill our children, even if they kill us, tear us to pieces, we will still stand here calling unto the Lord. Hallelujah. We'll trust in the Lord because I am going to see him once you tear me apart, because the life I want is with him alone. So I don't want anything else. എനിക്ക് വേറെ ഒന്നും വേണ്ട. So what I want is life with him. So if you tear me apart, the sooner I get to him. So that was their hope that they had. So now what we say many times is, കർത്താവ് ഇതും കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് വന്നാൽ മതി, അതാകുമ്പോഴത്തേക്ക് എനിക്ക് അതും കൂടെ ചെയ്തിട്ട് പോകാമല്ലോ. So because our desire many times has turned to the world.
അതുകൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത്. ഇഫ് വി ആർ ഡിസയർ ഇസ് കംപ്ലീറ്റ്ലി ഫോർ ദ ലോഡ്, വി വുഡ് സേ ദാറ്റ് കർത്താവ് ഇപ്പം വരണം, ഞാൻ പോകാൻ റെഡിയാണ്, ഇപ്പോൾ ഇതൊന്നും എനിക്കൊന്നും വേണ്ട, ഈവൻ ഇഫ് ഇറ്റ് ഡസൻ ഹാപ്പൻ ഇൻ മൈ ലൈഫ്, ഇപ്പം ഞാൻ ചത്തു വീണാൽ എനിക്ക് അത്ര സന്തോഷം. ഇപ്പം ഇഫ് ഐ ഡൈ ഹിയർ ഐ എം മോർ ദാൻ ഹാപ്പി ദാറ്റ് ഐ വിൽ ഗെറ്റ് ദെയർ and I'm going to see your face. And I'll just like to conclude by reading Matthew chapter 16 verse 25 to 27. What is the kind of the verse that we read? And over there, what is the kind of fulfillment of what? മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ തൻ്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവൻ്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. മനുഷ്യപുത്രൻ തൻ്റെ രാജ്യത്തിൽ വരുന്നത് കാണുവോളം മരണം ആസ്വദിക്കാത്തവർ ചിലർ ഈ നിൽക്കുന്നവരിലുണ്ട് എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. Praise the Lord. Hallelujah. And over there it reads, for whoever who save his life will lose it, but whoever loses his life for my sake will find it. For what will it profit a man if he gains the whole world and forfeits his soul? Or what shall a man give in return for his soul? For the Son of Man is going to come with his angels in the glory of his Father, and then he will repay each person according to what he has done. Truly I say to you, there are some standing here who will not taste death until they see the Son of Man coming in his kingdom. Hallelujah. And the same, and if I could just read, hallelujah, Matthew chapter 22 verse. I'm just reading through this because we have got no time. So Matthew chapter 22 verse 14, it reads, വിളിക്കപ്പെട്ടവർ അനേകർ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. praise the Lord, hallelujah. And on that day, hallelujah, there were many who were called, but the few are chosen, and only few will see his face. Praise the Lord. And are we ready to see his face? Are we ready to be in that small group of people who are ready to see his face? Praise the Lord. ഈ ഒരു വർഷം, hallelujah, let our work be for that. Hallelujah. നമ്മൾ ഈ ഒരു വർഷം, hallelujah, let us, before taking great big decisions, to do this and that for the Lord, and that is all good. I love when anyone take that decision, and I love to take it myself. But at the same time, Father, the Lord was reminding us today that start from the foundation onwards. Start from understanding what is the will of Christ for you, what is the purpose of Christ for you. For that, you need to nurture that relationship with him. And once you nurture that relationship and understand the purpose of God for you in your life and the reason why you're here in this earth, then start denying yourself and just go after the will of God. Hallelujah. And then the next stage, when you get to taking up his cross, leave everything else, be crucified with him, get in union with the Lord, and then follow Christ, so that then one day what you will do, you will see his face, and then you will live with him forever. Hallelujah. And ദൈവസന്നിധിയിൽ നമുക്കൊന്നും വേറെ ഒന്നും വേണ്ട, വേറെ ഒരു ആഗ്രഹവും വേണ്ട. That in this world, even if I am starving, struggling, going through lots of trouble, but if it is getting me closer to the Lord, that is all I need. And that doesn't mean that you don't need anything in this world. God will provide you and give you what you need, but at the same time, beyond all of that, what the Lord wants is for you to spend your eternity with him, and let not anything in this world take you away from that eternity with him. So let that be a decision that we take this new year, that we are going to live a life that is going to fulfill the will of Christ. ദൈവസന്നിധിയിലേക്ക് let us submit and surrender ourselves. Hallelujah. Let's give ourselves. I know the time has gone past, and I apologize for that, but again, the Lord was just forcing me and prompting me to, hallelujah, speak about this. Let us surrender ourselves fully into the hand of the Lord. Hallelujah. When the trumpet of the Lord shall sound, and time shall be no more, and the morning breaks eternal, bright and fair, when the saved hour shall gather over on the other shore, and the roll is called up yonder, I'll be there. When the roll is called up yonder, when the roll is called up yonder, when the roll
is called up yonder, when the roll is called up yonder, I'll be there. When the roll is called up yonder, 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 I'll be there. കർത്തൻ പേർക്കുരാപ്പകലധ്വാനം ഞാൻ ചെയ്തിങ്ങനെ വാർത്ത ഞാൻ ചൊല്ലിയിടട്ടെ തൻ സ്നേഹത്തിൻ പാർത്തലത്തിലൻ വേല തീർത്തു ജീവിതം ധ്യാനത്തിൽ പേർ വിളിക്കും നേരം കാണും എൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും വിശ്വാസത്തോടെ പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളി സമർപ്പണത്തോടെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പാടാമോ? ഹല്ലേലൂയ. നേരം കാണുമെൻ പേരും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണും പേർ വിളിക്കും നേരം കാണുമെൻ പേരും. ഹല്ലേലൂയ. അപ്പോൾ ആ ദൈവത്തിലേക്ക് ഞങ്ങൾ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. നൽകി തന്ന നല്ല സമയത്തിനായി ദൈവത്തിന് നന്ദി പറയുന്നു. അപ്പോൾ ഹല്ലേലൂയ. ഞങ്ങൾക്ക് നൽകി തന്ന നല്ല ആലോചനയ്ക്കായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പോൾ ഹല്ലേലൂയ. അത് ഞങ്ങളുടെ ജീവിതത്തിന് കർത്താവെ ഒരു വിടുതലായി ട്രാൻസ്ഫോർമേഷനായി അപ്പോൾ അതിനെ മാറ്റണമേ കർത്താവെ. ഞങ്ങളുടെ ജീവിതം ഹല്ലേലൂയ let that be, hallelujah, completely transformed, hallelujah, and transfigured for you, Lord, hallelujah. ദൈവത്തിൻ്റെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട്, hallelujah, as we heard today, help us to understand the will of yours, Lord. Help us to understand the purpose of yours, Lord, hallelujah, and leave, Lord, hallelujah, everything and deny everything that we have, Lord, hallelujah, and Lord, hallelujah, and take up your cross, Lord, hallelujah, and to follow you, Lord, hallelujah, and then, hallelujah, and see your face, hallelujah, when you come to take us along, Lord, hallelujah. Thank you, Lord, for all your kindness and grace that you showered upon us, Lord. We pray for each and everyone who have gathered here today, Lord, hallelujah, and submit each and every one of us, hallelujah, a body, spirit, and mind in your hands, Lord, hallelujah. Let your name be glorified and magnified. Let your name be lifted up, Lord, hallelujah. ഞങ്ങളുടെ ജീവിതം കർത്താവേ, ഹല്ലേലൂയ, ദിവസങ്ങൾ ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായി തീരട്ടെ ദൈവമേ. അപ്പ ഈ പുതിയ വർഷത്തിലെ കർത്താവേ, ദൈവത്തെ ഹല്ലേലൂയ ഞങ്ങൾ രുചിച്ചറിഞ്ഞുവെന്നും കർത്താവേ, ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി ഞങ്ങൾ ഉപയോഗിക്കപ്പെട്ടു എന്ന് പറയുവാനും, ഹല്ലേലൂയ, ദൈവമേ അങ്ങയുടെ ഹിതത്തിനൊത്തവണ്ണം ഞങ്ങൾ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി പ്രവർത്തിച്ചു എന്ന് പറയുവാനും കർത്താവേ help us to, hallelujah, submit ourselves for that, Lord, hallelujah. We surrender ourselves fully into your hands, Lord. And Lord, hallelujah, as we, hallelujah, come into your presence again, we, Lord, hallelujah, surrender, Lord, hallelujah, all of our families as well, Lord, hallelujah. Let them all be, hallelujah, transformed for you, Lord, hallelujah. Let the name of the Lord be lifted and glorified and magnified, Lord, hallelujah. And we especially pray for our dear little children as well, Lord. Let them be, hallelujah, completely used for you, Lord, hallelujah. Let their life be a great, hallelujah, testimony for you, Lord, hallelujah. Let them stand for your will and your wish, Lord, hallelujah. We surrender and submit everything and every matter in your hands, everything we ask and pray in the name of our Lord and Savior Jesus Christ, we pray, amen. And ഈ സമയം നൽകി തന്ന ഹല്ലേലൂയ സഭയ്ക്കും ഹല്ലേലൂയ അച്ഛനും എല്ലാവർക്കും നന്ദി പറയുന്നു. And apologize for taking some extra time as well. God bless all of you and keep us in your prayers as we drive back to Plymouth today. Let the name of the Lord be lifted and glorified through all of us. ഇനി കാണുമ്പോൾ നമുക്ക് ഒരുമിച്ച് ദൈവത്തെ വീണ്ടും മഹത്വപ്പെടുത്താൻ, ഇല്ലേ കർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മഹത്വപ്പെടുത്താൻ ദൈവം അവസരം തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന് താണിക്കുന്നു. ആമേൻ. सेनाओं का यहोवा हमारे संग संग है, याकूब का परमेश्वर हमारा ऊंचा गढ़ है.
सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है। जिसने आकाश बनाया, जिसने पृथ्वी बनाई, जिसने आकाश बनाया, जिसने पृथ्वी बनाई, जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। जो सर्वशक्तिमान प्रभु है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़। समुंदर को जिसने दो भागा, जंगल में से मार्ग निकाला। समुंदर को जिसने दो भागा, जंगल में से मार्ग निकाला। जो वादे को करता है पूरा, वो यहोवा हमारे संग संग है। जो वादों को करता है पूरा, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़। ओ सेनाओं का यहोवा हमारे संग संग। याकूब का परमेश्वर हमारा ऊंचा। लाजर को जिसने जिलाया, जक्कई को जिसने बचाया। लाजर को जिसने जिलाया, जक्कई को जिसने बचाया। जिसके लिए सब कुछ संभव है, वो यहोवा हमारे संग संग। आमीन। वो जिसके लिए सब कुछ संभव है, वो यहोवा हमारे संग संग है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है। सेनाओं का यहोवा हमारे संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़। बोलो सेनाओं का यहोवा हमारा संग संग है। याकूब का परमेश्वर हमारा ऊंचा गढ़ है। बोलो प्रभु यीशु मसीह की, हमारे उद्धारकर्ता प्रभु यीशु मसीह की। हालेलुया, हालेलुया, हालेलुया। प्रेज द लॉर्ड, प्रेज द लॉर्ड।